ഇത് അന്ത്യകാലമാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞ് ഇത് അന്ത്യകാലഘട്ടമാണ്. എല്ലാവരും പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇത് അന്ത്യകാലഘട്ടമാണ്. ഹല്ലേലൂയ. ഇതേത് കാലഘട്ടമാണ്? അന്ത്യകാലഘട്ടം. അന്ത്യകാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, ഇല്ലേ? ഒത്തിരി പ്രസംഗം. അതിൽ ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ളൊരു പ്രസംഗമാണ് അന്ത്യകാലഘട്ടത്തിൽ ഉണർവില്ല എന്നുള്ളൊരു പ്രസംഗം. എത്ര പേർ കേട്ടിട്ടുണ്ട്? നമ്മൾ ബഹുഭൂരിപക്ഷം നമ്മുടെ ദേശത്തിൽ കേൾക്കുന്നൊരു കാര്യമാണ് അന്ത്യകാലഘട്ടത്തിൽ ഉണർവില്ല, അങ്ങനെ ഒരു കാര്യമേ ഇല്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പക്ഷേ ദൈവവചനം നമ്മൾ പഠിച്ചാൽ ദൈവത്തിൻ്റെ വചനം അങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ ചിന്താഗതികൾക്കൊരു മാറ്റമുണ്ടാകട്ടെ. വിശുദ്ധ വേദപുസ്തകം അപ്പോസ്തല പ്രവൃത്തി എന്ന ചരിത്ര പുസ്തകം വിശുദ്ധ ലൂക്കോസ് എഴുതുമ്പോൾ പത്രോസിൻ്റെ പ്രസംഗം യോവേൽ പ്രവചനത്തിലെ പ്രവചനവാക്യങ്ങളെ ഉദ്ധരിച്ച് വിശുദ്ധ പത്രോസിൻ്റെ ഒന്നാമത്തെ പ്രസംഗമുണ്ട്. ആ പ്രസംഗം ഇങ്ങനെയാണ്: അന്ത്യകാലഘട്ടത്തിൽ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. എത്ര പേർ വായിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അടുത്ത വാക്യത്തിൽ നമ്മൾ വായിച്ചാൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും മദ്യപിക്കുന്നവരും കഞ്ചാവ് ഉപയോഗിക്കുന്നവരുമെന്നല്ല, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്നവരായി മാറും. ഇതിനകത്തൊന്ന് ചേർന്നത് കർത്താവിനെ സ്തുതിക്കാൻ അകത്ത് പരിശുദ്ധാത്മാ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ഈ നമ്മുടെ താലൂക്ക്, നമ്മുടെ ജില്ല പരിശുദ്ധാത്മാവിൻ്റെ സന്ദർശനത്തിന് വേണ്ടി ആമേൻ ആർത്തിയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ അന്ത്യകാലഘട്ടത്തിൽ നമ്മളിവിടെ തൊട്ട് മുമ്പ് സ്കിറ്റിൽ കണ്ടതുപോലെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരങ്ങളും അതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും തലമുറകൾ പോകുമ്പോൾ ഇന്ന് രാത്രി ആത്മാവിൽ പ്രവചിക്കാൻ കഴിയട്ടെ. പിതാക്കന്മാരെ, അഭിഷിക്തരെ, നമ്മുടെ തലമുറ അങ്ങനെയല്ല. ഈ രാത്രിയിൽ ആത്മാവിൽ തിരിച്ചു പിടിക്കാൻ അന്ത്യകാലഘട്ടത്തിൽ നമ്മുടെ തലമുറകൾ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. അന്ത്യകാലഘട്ടത്തെ കുറിച്ച് ബൈബിളിൽ ഇനി പഠിക്ക്. പിശാച് പറയുന്നത് കേൾക്കരുത്. പിശാച് പറയും അന്ത്യകാലഘട്ടത്തിൽ ഉണർവില്ല, എല്ലാവരും ഉറങ്ങുക. എല്ലാവരും ഉറങ്ങുവാണെങ്കിൽ എങ്ങനെ തലമുറ പ്രവചിക്കുമെന്ന് ആ പ്രസംഗം നിർത്ത്. ഹല്ലേലൂയ. നമ്മുടെ സഭകളിൽ, നമ്മുടെ ദേശത്തിൽ, നമ്മുടെ രാജ്യത്തിൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളത് അന്ത്യകാലഘട്ടത്തിൽ ഏലിയാവുമാർ നമ്മൾ ഓരോരുത്തരുമായി ഈ തലമുറയിൽ എഴുന്നേറ്റെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ സഭ പണിയപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. നമുക്കിവിടെ അടുത്ത വേദവാക്യം വളരെ 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 ശക്തിയൊരു വാക്യമാണ്. അന്ത്യകാലഘട്ടത്തിൽ നിങ്ങൾ